എൻസൈക്ലോവിങ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം. ഈ വീഡിയോയിലൂടെ നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് വിവിധങ്ങളായിട്ടുള്ള തൊഴിലവസരങ്ങളുടെ അപ്ഡേറ്റുകളാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത്. നമ്മുടെ വീഡിയോ ആദ്യമായി കാണുന്ന സുഹൃത്തുക്കളാണെങ്കിൽ ആദ്യമേ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്ക് വിശദാംശങ്ങളിലേക്ക് കിടക്കാം. +2 പാസ്സായവരെ UPSC വിളിക്കുകയാണ്. തുടക്ക ശമ്പളം എന്ന് പറയുന്നത് 56,100 രൂപ വരെയാണ്. UPSC, NDA, ആർമി, നേവി, എയർഫോഴ്സ് പോസ്റ്റുകളിലേക്കാണ് അവസരം വന്നിരിക്കുന്നത്. അടിസ്ഥാന യോഗ്യത എന്ന് പറയുന്നത് +2 ജയമാണ്. വനിതകൾക്കും അപേക്ഷിക്കാവുന്നതാണ്. അവസാന തീയതി എന്ന് പറയുന്നത് ഡിസംബർ മാസം 30-ാം തീയതി വരെയാണ്. തിരുവിതാംകൂർ ദേവസ്വം ബോർഡിൽ തൊഴിലവസരം വന്നിരിക്കുകയാണ്. ശബരിമലയിൽ സെക്യൂരിറ്റി ഗാർഡ് ഒഴിവിലാണ് അവസരം വന്നിരിക്കുന്നത്. അടിസ്ഥാന ശമ്പളം എന്ന് പറയുന്നത് ദിവസം 900 രൂപയാണ്. അവസാന തീയതി എന്ന് പറയുന്നത് ഡിസംബർ 25 അതോടൊപ്പം തന്നെ നിലവിൽ വന്നിട്ടുള്ള മറ്റ് വേക്കൻസീസിൻ്റെ വിവരം പരിശോധിക്കുമ്പോൾ കേരള ഹൈക്കോടതിയിൽ ജോലി നേടുവാൻ അവസരമുണ്ട്. ടെക്നിക്കൽ അസിസ്റ്റന്റ്, ഡേറ്റ എൻട്രി ഓപ്പറേറ്റർ ഒഴിവുകളാണ് നിലവിൽ വന്നിരിക്കുന്നത്. തുടക്ക ശമ്പളം എന്ന് പറയുന്നത് 22,240 രൂപ വരെയാണ്. അവസാന തീയതി എന്ന് പറയുന്നത് 16 ഡിസംബർ 2025 വരെയാണ്. അതോടൊപ്പം തന്നെ ഓയിൽ ഇന്ത്യ ലിമിറ്റഡിൽ തൊഴിലവസരം വന്നിട്ടുണ്ട്. കൺസൾട്ടന്റ് ഫീൽഡ് ഓഫീസറിലേക്കാണ് വേക്കൻസീസ് വന്നിരിക്കുന്നത്. ഇമെയിൽ വഴി അപേക്ഷിക്കാവുന്നതാണ്. ഇതിൻ്റെ അവസാന തീയതി എന്ന് പറയുന്നത് 16 ഡിസംബർ 2025 കേരള ഫാക്ടറിയിൽ ജോലി നേടുവാനും അവസരം വന്നിട്ടുണ്ട്. വിവിധങ്ങളായിട്ടുള്ള ഡ്രാഫ്റ്റ്മാൻ ഒഴിവുകളാണ് വന്നിട്ടുള്ളത്. തുടക്ക ശമ്പളം എന്ന് പറയുന്നത് 25,000 രൂപ വരെയാണ്. പ്രധാനമായിട്ടും ഇതിൻ്റെ അവസാന തീയതി എന്ന് പറയുന്നത് 16 ഡിസംബർ 2025 വരെയാണ്. വനിതാ പോലീസ് കോൺസ്റ്റബിൾ, വനിതാ പോലീസ് ബറ്റാലിയൻ ഒഴിവുകൾ വന്നിരിക്കുകയാണ്. ഭിന്നശേഷി ഉള്ളവർക്കും പുരുഷന്മാർക്കും ഈ തസ്തികകളിലേക്ക് അപേക്ഷിക്കുവാൻ അർഹത ഉണ്ടായിരിക്കുന്നതല്ല. കാറ്റഗറി നമ്പർ 550/2025 വരെയാണ്. സാലറി എന്ന് പറയുന്നത് 31,100 രൂപ മുതൽ 66,800 രൂപ വരെയാണ്. പ്രായപരിധി എന്ന് പറയുന്നത് 18 വയസ്സ് മുതൽ 26 വയസ്സ് വരെയുള്ളവർക്ക് അപേക്ഷിക്കാവുന്നതാണ്. 2/1/1999 1/1/2007 ഇടയിൽ ജനിച്ച 2 തീയതികൾ ഉൾപ്പെടെയുള്ള ഉദ്യോഗാർത്ഥികൾക്ക് മാത്രമേ ഈ ഒരു തസ്തികകളിലേക്ക് അപേക്ഷിക്കുവാനായിട്ട് സാധിക്കുകയുള്ളൂ. വിദ്യാഭ്യാസ യോഗ്യത എന്ന് പറയുന്നത് ഹയർ സെക്കൻഡറി ആണ്. ഹയർ സെക്കൻഡറി പരീക്ഷയിൽ പരാജയപ്പെട്ട പട്ടികജാതി പട്ടികവർഗ ഉദ്യോഗാർത്ഥികളുടെ കാര്യത്തിൽ പട്ടികജാതി പട്ടികവർഗ വിഭാഗങ്ങൾക്ക് സംവരണം ചെയ്തിട്ടുള്ള കോട്ട നികത്തുവാൻ മതിയായ ഉദ്യോഗാർത്ഥികളുടെ എണ്ണം ലഭ്യമല്ല എങ്കിൽ കൂടി പരിഗണിക്കുന്നതാണ്. അവസാന തീയതി എന്ന് പറയുന്നത് 14/1/2026 എഴുത്തു പരീക്ഷ, ഫിസിക്കൽ ടെസ്റ്റ്, മെഡിക്കൽ ടെസ്റ്റ്, ഇന്റർവ്യൂ എന്നിവയുടെ അടിസ്ഥാനത്തിലായിരിക്കും തിരഞ്ഞെടുക്കുന്നത്. കേരള പോലീസിലേക്ക് അതോടൊപ്പം തന്നെ ആംഡ് പോലീസ് ബറ്റാലിയനാണ് നിരവധി ഒഴിവുകളിലേക്ക് നിലവിലിപ്പോൾ വേക്കൻസീസ് വന്നിട്ടുണ്ട്. പ്രധാനമായിട്ടും കാറ്റഗറി നമ്പർ എന്ന് പറയുന്നത് 563/2025 ശമ്പള സ്കെയിൽ പരിശോധിക്കുമ്പോൾ 31,100 രൂപ മുതൽ 66,800 രൂപ വരെയാണ്. അപേക്ഷിക്കേണ്ട അവസാന തീയതി എന്ന് പറയുന്നത് 14/1/2026 പ്രായപരിധി 18 വയസ്സ് മുതൽ 26 വയസ്സ് വരെയുള്ളവർക്ക് അപേക്ഷിക്കാവുന്നതാണ്. 2 ജനുവരി 1999 1 ജനുവരി 2007 ഇടയിൽ ജനിച്ചവർക്ക് അപേക്ഷിക്കാവുന്നതാണ്. പ്രധാനമായിട്ടും പ്രായപരിധിയിൽ OBC, SC, ST വിഭാഗങ്ങൾക്ക് അടിസ്ഥാനപരമായിട്ട് വയസ്സളവ് ഉണ്ടായിരിക്കുന്നതാണ്. വിമുക്ത ഭടന്മാർക്ക് 41 വയസ്സ് വരെ അപേക്ഷിക്കാവുന്നതാണ്. പ്രധാനമായിട്ടും എഴുത്തു പരീക്ഷയിൽ പാസ്സാകുന്നവർക്ക് ഫിസിക്കൽ ടെസ്റ്റ്, മെഡിക്കൽ ടെസ്റ്റ് എന്നിവയുടെ അടിസ്ഥാനത്തിലായിരിക്കും ജോലി ലഭിക്കുന്നത്. അതുപോലെ സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റുമായി ബന്ധപ്പെടുത്തിയുള്ള ചുരുക്കപ്പട്ടിക ചെറുതാക്കി പട്ടികയിൽ 1,888 പേരാണ് ഉൾപ്പെട്ടിരിക്കുന്നത്. കട്ട് ഓഫ് മാർക്ക് എന്ന് പറയുന്നത് 2 പരീക്ഷകളിലുമായിട്ട് 141 മാർക്കായിട്ട് നിശ്ചയിച്ചിരിക്കുകയാണ്. അതോടൊപ്പം തന്നെ പോലീസ് കോൺസ്റ്റബിൾ, വില്ലേജ് ഫീൽഡ് അസിസ്റ്റന്റ്, ഫയർമാൻ വിജ്ഞാപനങ്ങളും അതോടൊപ്പം 66 PST വിജ്ഞാപനങ്ങൾ നിലവിലിപ്പോൾ തയ്യാറായിരിക്കുകയാണ്. ഉടൻ തന്നെ ഇതിൻ്റെ വിജ്ഞാപനം പുറപ്പെടുവിക്കുന്നതാണ്. അപ്പോൾ ഈ വിവരം നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്കും മറ്റ് ഗ്രൂപ്പുകളിലേക്കും കൂടെ ഷെയർ ചെയ്യുക. നമുക്ക് തുടർന്നും വിജ്ഞാനപരമായിട്ടുള്ള മറ്റ് വീഡിയോസും ആനുകാലിക വിവരങ്ങളുമായിട്ട് വീണ്ടും കാണാം. അതുവരെ ഗുഡ് ബൈ.